Dear students, last class limit കാണാനുള്ള ചില ലോസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൽ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ലിമിറ്റ് ഓഫ് എ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സി, ദെൻ ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു എ സി ഈക്വൽ ടു സി. ദാറ്റ് മീൻസ് ഇഫ് സി ഈസ് എ റിയൽ നമ്പർ ദെൻ ഒരു കോൺസ്റ്റൻറ്റിൻ്റെ ലിമിറ്റ് ആസ് എക്സ്റ്റെൻഡിങ് ടു എ എപ്പോഴും എന്തായിരിക്കും, ആ കോൺസ്റ്റൻറ്റിൻ്റെ ആയിരിക്കും. ഓക്കെ, അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്ത സെക്കൻഡ് ലോ എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ്റെ ലിമിറ്റ് എപ്പോഴും ഏതിലേക്കാണോ അപ്രോച്ച് ചെയ്യുന്നത് ആ ഒരു എക്സിൻ്റെ വാല്യൂ തന്നെ ആയിരിക്കും, പെർട്ടിക്കുലർ വാല്യൂ തന്നെ ആയിരിക്കും. ഇവിടെ എക്സ്റ്റെൻഡിങ് ടു എ ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ഇവിടെ എഫ് ഓഫ് എക്സ് എന്നുള്ളത് എക്സ് തന്നെയാണ്. ഏതൊരു പോയിൻ്റ് എടുത്താലും അതിലേക്ക് തന്നെയാണ് മാപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഫംഗ്ഷൻ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എ തന്നെ ആയിരിക്കും. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ എക്സ് എന്നുള്ളത് എ ആണ്. ഇനി തേർഡ് ലോ പറയുന്നത് സം ലോ ആണ്. സം ലോ പറയുന്നതാണ് ദ ലിമിറ്റ് ഓഫ് ദ സം ഓർ ഡിഫറൻസ് ഓഫ് ടു ഫങ്ഷൻസ് ഈസ് ദ സം ഓർ ഡിഫറൻസ് ഓഫ് ദെയർ ലിമിറ്റ്സ്. ഓക്കെ, സപ്പോസ് വി ഹാവ് എഫ് ഓഫ് എക്സ് and limit extending to a f of x is equal to L and limit extending to a g of x is equal to m. രണ്ട് ഫംഗ്ഷനുകൾ തന്നിട്ടുണ്ട്. ആ ഫംഗ്ഷനുകളിൽ എക്സിലേക്ക് ടെൻഡ് ചെയ്യുമ്പോഴുള്ള രണ്ട് ഫംഗ്ഷൻ്റെ ലിമിറ്റ് എല്ലും എമ്മുമാണ് റെസ്പെക്റ്റീവ്ലി. അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് വേറെ ഫംഗ്ഷൻ കിട്ടും. അതിൻ്റെ ലിമിറ്റ് ആസ് എക്സ്റ്റെൻഡിങ് ടു എ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പിന്നെ അതിൻ്റെ ലിമിറ്റ് കാണാൻ പോകേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ രണ്ട് ലിമിറ്റും ആഡ് ചെയ്താൽ മതി, എൽ പ്ലസ് എം. അതുപോലെ തന്നെ ഡിഫറൻസിൻ്റെ കേസിലും. ഇനി പ്രൊഡക്റ്റിൻ്റെ കേസിൽ രണ്ട് ഫംഗ്ഷനുകളുടെ ലിമിറ്റ് നമുക്കറിയാം. എഫ് ഓഫ് എക്സിൻ്റെ ലിമിറ്റ് ആസ് എക്സ്റ്റെൻഡിങ് ടു എ എൽ ആണെങ്കിൽ, അതുപോലെ തന്നെ ജി ഓഫ് എക്സിൻ്റെ ലിമിറ്റ് ആസ് എക്സ്റ്റെൻഡിങ് ടു എ എം ആണെങ്കിൽ, എഫ് ഓഫ് എക്സിൻ്റെ ജി ഓഫ് എക്സിൻ്റെ ലിമിറ്റ് ആസ് എക്സ്റ്റെൻഡിങ് ടു എന്തായിരിക്കും, എൽ ഇൻറ്റു എം ആയിരിക്കും. ആ ലിമിറ്റിൻ്റെ പ്രൊഡക്റ്റ് ഉണ്ടാൽ മതി. അതുപോലെ തന്നെ നമ്മൾ എഫ് ഓഫ് എക്സിൻ്റെ ലിമിറ്റ് അറിയാം. അങ്ങനെയാണെങ്കിൽ സി ഇൻറ്റു എഫ് ഓഫ് എക്സിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് സി ഇൻറ്റു ലിമിറ്റ് ആയിരിക്കും. ഓക്കെ, ഇതുപോലെ തന്നെ കോഷ്യൻ ലോ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എഫ് ഓഫ് എക്സ് ബൈ ജി എക്സ്. ഇവിടെ കണ്ടീഷന് എം നോട്ട് ഈക്വൽ ടു 0 ആണ്. എഫ് ഓഫ് എക്സിൻ്റെ ലിമിറ്റാണ് എൽ, ജി ഓഫ് എക്സിൻ്റെ ലിമിറ്റാണ് എം ആസ് എക്സ്റ്റെൻഡിങ് ടു എ. അങ്ങനെയാണ് നിങ്ങൾ അതിൻ്റെ കോഷ്യൻറ്റിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ ലിമിറ്റുകളുടെ കോഷ്യൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കോഷ്യൻ ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയുള്ള കണ്ടീഷന് എം നോട്ട് ഈക്വൽ ടു 0 എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് പറയുന്നത് റൂട്ട് ലോ. ഓക്കെ, ദ ലിമിറ്റ് ഓഫ് ദ nth റൂട്ട് ഓഫ് എ ഫംഗ്ഷൻ, ലിമിറ്റ് ഓഫ് ദ nth റൂട്ട് ഓഫ് എ ഫംഗ്ഷൻ is the nth root of the limit of the function, is the nth root of the limit of the function. രണ്ട് കേസുകളുണ്ട്. പ്രൊവൈഡഡ് ദാറ്റ് n is പോസിറ്റീവ് ഇൻറ്റീജർ, അതുപോലെ തന്നെ L greater than 0 if n is even. ഓക്കെ, അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്തത് ലോ 8 പറഞ്ഞാൽ if n is, ഇതിൻ്റെ നമ്മൾ രണ്ട് ഫംഗ്ഷനുകളുടെ സമ്മും ഡിഫറൻസ് ഒക്കെയാണ് പറയുന്നത്. അതുപോലെ പ്രൊഡക്റ്റാണ്. നമുക്കതിന് n ഫംഗ്ഷനുകളുടെ കേസിലും അതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ നെക്സ്റ്റ് ലോ 8, ഇഫ് n ഈസ് പോസിറ്റീവ് ഇൻറ്റീജർ ആൻഡ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ, ദെൻ ദ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എഫ് ഓഫ് എക്സ് ഹോൾ റൈസ് ടു n ഈക്വൽ ടു എൽ റൈസ് ടു n ആയിരിക്കും. അതുപോലെ തന്നെ ഇഫ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എക്സ് റൈസ് ടു n ഈക്വൽ ടു എ റൈസ് ടു n ആണെങ്കിൽ റെസ്റ്റ് ആയിരിക്കും, വേറെ n ഈസ് പോസിറ്റീവ് ഇൻറ്റീജർ. അതൊക്കെ നിങ്ങൾ ഇന്നലെ കണ്ടതാണ്. അപ്പോൾ 9 ലോസ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിരുന്നു. അതിലുള്ള എക്സാമ്പിൾസ് 1-2 എക്സാമ്പിൾസുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഇനി അടുത്ത് പറയുന്നത് ലിമിറ്റ്സ് ഓഫ് പോളിനോമിയൽസ് ആൻഡ് റാഷണൽ ഫങ്ഷൻസ്. ഇനി പോളിനോമിയൽ ഫങ്ഷനുകളുടെ ലിമിറ്റാണ് നമ്മൾ കാണുന്നതെങ്കിൽ, സപ്പോസ് വി ഹാവ് എ പോളിനോമിയൽ പി ഓഫ് എക്സ് which is equal to an x raised to n plus an minus 1 x raised to n minus 1 plus etc plus a naught is a polynomial function. Then limit extending to a p of x is equal to p of a ആയിരിക്കും. അതിൻ്റെ മീനിങ് എന്താണ്? p of x എന്നുള്ളൊരു പോളിനോമിയലാണ്. p of a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന് a എന്നുള്ള വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന അതാണ് പോളിനോമിയലിൻ്റെ വാല്യൂ ആണ്, ഫംഗ്ഷൻ്റെ വാല്യൂ ആണ് p of a എന്ന് പറയുന്നത്. അപ്പോൾ
ഇതിൻ്റെ ലിമിറ്റ് ആസ് എക്സ് ടെൻഡിങ് ടു എന്ന് പറയുന്നത് എക്സ് ഏതിലേക്കാണോ ടെൻഡ് ചെയ്യുന്നത് ആ പോയിന്റ് നമ്മളിത് വാല്യൂയിൽ കൊടുത്താൽ മതി. പിന്നെ നമ്മൾ വേറെ ഒന്നും കാണേണ്ട ആവശ്യമില്ല. പോളിനോമിയൽ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, നേരെ എക്സിന് ഏതിലേക്കാണ് ടെൻഡ് ചെയ്യുന്നത് ആ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ലിമിറ്റ് കിട്ടും. ഓക്കെ, അതാണ് ലോ ടെൻ എന്ന് പറയുന്നത്. അത് നമുക്ക് വളരെ ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും. ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു എ പി ഓഫ് എക്സ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ പി ഓഫ് എക്സിന് നമ്മൾ ആ പോളിനോമിയൽ ഇവിടെ കൊടുക്കുക. ഇനി നമ്മളുടെ മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ലോസാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ. അപ്പോൾ ഇവിടെ നമുക്ക് സം റൂൾ യൂസ് ചെയ്തിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും ആദ്യം. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്യുക. ഇനി ഇത് നമുക്കറിയാം, അത് നമ്മൾ നേരത്തെ കണ്ടാണ്. ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു എക്സ് റേഷ്യോ എന്നതായിരിക്കും എ റേസ് ടു എൻ ആയിരിക്കും. അതുപോലെ തന്നെ ഇത് ഓരോന്നും കാണാം. അപ്പോൾ ആ ഒരു ലോസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിനെങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു എ പി ഓഫ് എക്സ് ഇക്വൽ ടു ഇത് കിട്ടി. ഇതെന്താണ് ആക്ച്വലി, ഇത് പി ഓഫ് എ ആണ്. പി ഓഫ് എക്സിൽ എക്സിന് എ കൊടുക്കുമ്പോൾ കിട്ടുന്നതാണിത്. ഓക്കെ, അപ്പോൾ പോളിനോമിയൽ ഫംഗ്ഷൻ്റെ ലിമിറ്റ് നമുക്ക് ഈ രൂപത്തിൽ കാണാൻ പറ്റും. ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2x - 4x² പ്ലസ്, ഇതൊരു പോളിനോമിയലാണ്. അപ്പോൾ ഇത് ആസ് എക്സ്റ്റെൻഡിങ് ടു 2 നമുക്കിതിൻ്റെ ലിമിറ്റ് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് എക്സിന് 2 പുട്ട് ചെയ്താൽ മതി എല്ലായിടത്തും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലിമിറ്റ് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വേറൊരു എക്സാമ്പിൾ. എക്സ്റ്റെൻഡിങ് ടു -1. ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ് നമ്മളുടെ എഫ് ഓഫ് എക്സ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് നമുക്ക് കാണാൻ കഴിയും. എഫ് ഓഫ് എക്സിൻ്റെ ലിമിറ്റ് നമുക്ക് സെപ്പറേറ്റ് കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു -1 എഫ് ഓഫ് എക്സ് ഹോൾ റേസ് ടു എന്നിൻ്റെ ലിമിറ്റ് എന്തായിരിക്കും, ആ ലിമിറ്റിൻ്റെ പവർ ആയിരിക്കും. നമ്മൾ നേരത്തെ ലോ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും, ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു -1 എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിലുള്ള ലിമിറ്റ് കണ്ടിട്ട് അതിൻ്റെ പവർ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ലിമിറ്റ് നമുക്ക് 2 കിട്ടും, അതിൻ്റെ പവർ 532 കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ലിമിറ്റ്സ് ഓഫ് എ റാഷണൽ ഫങ്ഷൻസ് ആണ്. സപ്പോസ് വി ഹാവ് എ ഫംഗ്ഷൻ, അത് ഈ ഫോമിലാണ്, പി ഓഫ് എക്സ് ബൈ ക്യൂ ഓഫ് എക്സ് എന്നുള്ള ഫോമിലാണ്. റാഷണൽ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഇവിടെ പി ഓഫ് എക്സും ക്യൂ ഓഫ് എക്സും പോളിനോമിയൽസ് ആണ് കണ്ടീഷൻ. അതുപോലെ തന്നെ ക്യൂ ഓഫ് എ നോട്ട് ഈക്വൽ 0 ആണ്. എന്ന് വെച്ചാൽ നമ്മളുടെ ഡിനോമിനേറ്ററുള്ള പോളിനോമിയൽ ഫംഗ്ഷൻ്റെ വാല്യൂ അറ്റ് എക്സ് ഈക്വൽ ടു എയിൽ നോൺ 0 ആണ്. അതാണ് കണ്ടീഷൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, എഫ് ഓഫ് എ ആയിരിക്കും. എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ പി ഓഫ് എ ബൈ ക്യൂ ഓഫ് എ ആയിരിക്കും. ഇവിടെ കണ്ടീഷൻ ഉണ്ട്, ക്യൂ ഓഫ് എ നോട്ട് ഈക്വൽ 0 ആയിരിക്കണം. ഓക്കെ, ഇതിൻ്റെ പ്രൂഫ് വളരെ സിമ്പിളാണ്. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എഫ് പി ഓഫ് എക്സ് ഈക്വൽ ടു പി ഓഫ് എ ആണ്. ഇത് പോളിനോമിയൽ ആയതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോളിനോമിയലിൻ്റെ ലിമിറ്റ് കാണാനുള്ള ആ റിസൾട്ട് യൂസ് ചെയ്ത് നമുക്കിത് പി ഓഫ് എ കിട്ടും. അതുപോലെ തന്നെ ഇത് ക്യൂ ഓഫ് എ ആണ്. ഇനി ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു പി ഓഫ് എക്സ് ബൈ ക്യൂ ഓഫ് എക്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ റാഷണൽ ഫങ്ഷൻ യൂസ് ചെയ്തിട്ട്, ആ കോഷ്യൻ ലോ യൂസ് ചെയ്തിട്ട് നമുക്കിതിനെങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് പി ഓഫ് എ ബൈ ക്യൂ ഓഫ് എ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എക്സ്റ്റെൻഡിങ് ടു എ ക്യൂ ഓഫ് എക്സ് നോൺ 0 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇതിൻ്റെ സെപ്പറേറ്റ് ലിമിറ്റ് കണ്ടിട്ട് അതിൻ്റെ കോഷ്യൻ്റ് കണ്ടാൽ മതി. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടിട്ട് പി ഓഫ് എ ആണ്, ഇത് ക്യൂ ഓഫ് ആണ്. ദിസ് ഇസ് ആക്ച്വലി എഫ് ഓഫ് എ. അപ്പോൾ അങ്ങനെയാണ് റാഷണൽ ഫങ്ഷൻസിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. റാഷണൽ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ പി ഓഫ് എക്സ് ബൈ ക്യൂ ഓഫ് എക്സ്, വേർ പി ഓഫ് എക്സ് ആൻഡ് ക്യൂ ഓഫ് എക്സ് ആർ പോളിനോമിയൽസ് ആൻഡ് ക്യൂ ഓഫ് എ നോട്ട് ഈക്വൽ 0. അതാണ് കണ്ടീഷൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എ ആയിരിക്കും, എന്ന് വെച്ചാൽ പി ഓഫ് എ ബൈ ക്യൂ ഓഫ് എ ആയിരിക്കും അതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. നമുക്ക് ഫൈൻഡ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 3 4x² - 3x + 1 / 2x - 4. ഇതൊരു റാഷണൽ ഫംഗ്ഷനാണ്. മുകളിൽ നോക്കുക, ഇതൊരു പോളിനോമിയലാണ്, താഴെ ഒരു പോളിനോമിയലാണ്. ഇനി എക്സ്റ്റെൻഡിങ് ടു 3, ഈ താഴെയുള്ള പോളിനോമിയൽ 0 ആവോ? 2 × 3 - 4 നോൺ 0 ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേരത്തെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ലോ ഇവിടെ പിന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ലോ 11 എന്താണ്, പി ഓഫ് എക്സ് ക്യൂ ഓഫ് എക്സ് രണ്ട് പോളിനോമിയൽസ് ആണ്, സച്ച് ദാറ്റ് ക്യൂ ഓഫ് എ നോട്ട് ഈക്വൽ 0. നമ്മൾ ആ കേസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് പി ഓഫ് എ ബൈ ക്യൂ ഓഫ് എ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട്
ഇതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ഇതാണ് പി ഓഫ് എക്സ്, ഇതാണ് ക്യൂ ഓഫ് എക്സ്. പി ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എല്ലായിടത്തും, അതുപോലെ തന്നെ താഴെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ കിട്ടുന്നതാണ് നമ്മളിതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എക്സാമ്പിൾ, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 ക്യൂബ് റൂട്ട് ഓഫ് 2x + 14 / x² + 1. അപ്പോൾ ഇവിടെ നമുക്ക് ഈ റൂട്ടിൻ്റെ ഉള്ളിലുള്ള ഫംഗ്ഷൻ ആദ്യം നമ്മൾ സെപ്പറേറ്റ് ചെയ്യുക. അതിൻ്റെ ലിമിറ്റ് നമുക്ക് കാണാൻ പറ്റും. ആസ് എക്സ്റ്റെൻഡിങ് ടു 1, ഈ ഡിനോമിനേറ്ററിന് നമ്മൾ 2x + 4, ന്യൂമറേറ്റർ 2x + 14 ഡിനോമിനേറ്റർ x² + 1 എന്ന് വെച്ചാൽ പി ഓഫ് എക്സ് 2x + 14 ക്യൂ ഓഫ് എക്സ് x² + 1 ആൻഡ് എക്സ്റ്റെൻഡിങ് ടു 1 ക്യൂ ഓഫ് എക്സ് non-zero ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ 11 യൂസ് ചെയ്യാൻ പറ്റും. 11 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും, ഇത് എക്സിന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ രണ്ട് സൈഡിലും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലിമിറ്റ് കിട്ടും. അതാണ് 8 എന്ന് പറയുന്നത്. ഇനി നമ്മൾ അപ്പോൾ ലിമിറ്റ് ഈ ഈ ക്യൂബിൻ്റെ ഉള്ളിലുള്ള ലിമിറ്റ് കിട്ടി. അപ്പോൾ ഒരു ഫംഗ്ഷൻ്റെ ലിമിറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ എന്താണ് nth റൂട്ടിൻ്റെയും ലിമിറ്റ് കാണാൻ പറ്റും. അതിൻ്റെ ലിമിറ്റിൻ്റെ nth റൂട്ടായിരിക്കും. എന്ന് വെച്ചാൽ ഇവിടെ കിട്ടിക്കുന്ന 8 അതിൻ്റെ ക്യൂബ് റൂട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് 2 ആണ്. ഓക്കെ, വേറൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. x² - 4 / x - 2 ഇതാണ് നമ്മളെ ഫംഗ്ഷൻ. ആസ് എക്സ്റ്റെൻഡിങ് ടു 2 ലിമിറ്റ്, ഇതിൻ്റെ ലിമിറ്റ് കാണണം. ഇവിടെ നമ്മൾ എക്സിന് 2 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇത് പി ഓഫ് എക്സും ഇത് ക്യൂ ഓഫ് എക്സും എടുക്കുകയാണെങ്കിൽ ക്യൂ ഓഫ് 2 എന്താണ്, 0 ആണ്. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇവിടെ നമ്മൾ ചില അൾജിബ്രായിക് മാനിപ്പുലേഷൻസ് നടത്തുക. നമ്മളെ ഫംഗ്ഷനെ നമ്മൾ ഇതിനെന്ത് ചെയ്യും, ഇതിനെ ന്യൂമറേറ്ററിനെ ഫാക്ടർ ചെയ്യും. ഓക്കെ, ഫാക്ടർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, x + 2 × x - 2 കിട്ടും. താഴെ x - 2 ഉണ്ട്, ഇത് തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ഇതെന്തായി മാറും, നമുക്ക് x + 2 എന്നുള്ള ഫംഗ്ഷനായി മാറും. ഇതൊരു പോളിനോമിയലാണ്. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2 x² - 4 / x - 2 എന്താണ് കിട്ടുന്നത്, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2 x + 2 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും ഇത് ഒരു പോളിനോമിയലാണ്. അപ്പോൾ ഇതിന് ജസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇത് 4 ആണ്. ഓക്കെ, അങ്ങനെയാണ് അത്തരം പ്രോബ്ലംസിൻ്റെ ലിമിറ്റ് കാണുന്നത്. വേറൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുക. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു -3 x² + 2x - 3 / x² + 4x + 3. ഇവിടെ ആസ് എക്സ്റ്റെൻഡിങ് ടു -3 നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ ഇത് പി ഓഫ് എക്സും താഴെ ക്യൂ ഓഫ് എക്സും എടുക്കുകയാണെങ്കിൽ അത് രണ്ടും 0 ആണ്. ബോത്ത് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഓഫ് ദ ക്വോഷ്യന്റ് അപ്രോച്ചസ് 0 ആസ് x അപ്രോച്ചസ് -3 അല്ലേ. ഇവിടെ -3 കൊടുത്തു കഴിഞ്ഞാൽ 9 + -6 - 3, സോ 9 - 9 0. താഴെ ഇങ്ങനെ തന്നെ 9 - എന്താ വരിക 12 + 3, അപ്പോൾ -12 + 12, താഴെ മുകളിലും 0. അപ്പോൾ അത്തരം കേസുകളിൽ നമ്മളിതിനെ ഫാക്ടറൈസ് ചെയ്യും, ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഫാക്ടർ. അപ്പോൾ x + 3 × x - 1 x + 3 ഇങ്ങനെ നമുക്ക് ഫാക്ടർ ചെയ്യാൻ പറ്റും. എന്നിട്ടിത് നമ്മൾ ക്യാൻസൽ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഈ ഫംഗ്ഷൻ നമുക്ക് ഈ രൂപത്തിൽ എഴുതാം. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു -3 x - 1 / x + 1 എന്ന് എഴുതാൻ പറ്റും. x ≠ -3. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇത് ഒരു പിന്നെ പി ഓഫ് എക്സ് / ക്യൂ ഓഫ് എക്സ് എന്നുള്ള ഫോമാണ്. രണ്ടും പോളിനോമിയലാണ്. എക്സ്റ്റെൻഡിങ് ടു -3 ആകുമ്പോൾ ഇത് 0 ആവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 11 യൂസ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ജസ്റ്റ് എക്സിന് -3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അതിൻ്റെ ലിമിറ്റ് കിട്ടും. ഇതുപോലെ വേറൊരു കേസാണ് ഫൈൻഡ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 √1 + x - 1 / x. എക്സിന് 0 എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, നമുക്ക് ഇത് ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും 0 ആവും. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് താഴെയും മുകളിലും മൾട്ടിപ്ലൈ അല്ല ഈ ഒരു ന്യൂമറേറ്ററിൻ്റെ. ഓക്കെ, സോ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 √1 + x - 1 / x നമ്മൾ എന്ത് ചെയ്യും, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 ഇതിവിടെ നിർത്തും. പിന്നെ താഴെ മുകളിലും √1 + x + 1 കൊണ്ട് താഴെ മുകളിലും മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇതിന് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കിട്ടും. അങ്ങനെ കിട്ടിയതിന് ശേഷം ഒന്ന് ലാസ്റ്റ് സിംപ്ലിഫൈ ചെയ്താൽ ഇതിന് കിട്ടും. ഇനി എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല.
ഇവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ താഴെ 0 ആവുന്നില്ല. സോ ദിസ് ഈക്വൽ ടു 1/2. ഓക്കെ.